വിജയേട്ടൻ്റെ ഒരു ശൈലിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നമ്മൾ ഈ പാട്ട് കേട്ടിങ്ങനെ ഒരു സ്വാഭാവിക സഞ്ചാരം ഉണ്ടല്ലോ ഒരു പാട്ടിന്. ആ പാട്ടിൻ്റെ ഈ അവസാനം എത്തുമ്പോൾ ഒരു ചെറിയ ഒരു ട്വിസ്റ്റ്, ഒരു കോംപ്ലക്സിറ്റി ഉണ്ടാവും ഒരു പാട്ടിന്. ഞാനതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഒരു പാട്ടിൻ്റെ ഒരു പ്രധാന ഘട്ടത്തിൽ ഒരു പോസ് ഉണ്ടാവും. അതായത് മരുവും തീർക്കും പ്രേമം. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിൽ ആ വരി ഇങ്ങനെ എക്കോ ചെയ്യും. അതുപോലെ ഇന്നെഞ്ചും നീലാകാശം, അവിടെയും ഇങ്ങനെ ആ ഒരു വരി ഇങ്ങനെ എക്കോ ചെയ്യും. അത് വിജയേട്ടൻ്റെ ഒരു ശൈലിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ചാഞ്ഞുറങ്ങണ ചന്ദനവെയിൽ ഞാൻ അലിഞ്ഞൊരു വേളയിൽ പൊന്നരളി പൂവുന്നുള്ളി നിന്നെ ഞാൻ ഓർത്തതല്ലേ. ആ നിന്നെ ഞാൻ ഓർത്തതല്ലേ എന്ന് വരുന്ന ഭാഗത്താണ് ആ കോംപ്ലക്സിറ്റി വരിക. എന്നാൽ സാധാരണ ആൾക്കാർക്ക് അത് കേൾക്കുമ്പോൾ അതൊരു ലൈറ്റ് സോങ് ആയിട്ട് കേൾക്കുള്ളൂ, അത് അങ്ങനെ മനസ്സിലാക്കുള്ളൂ. അപ്പം ഇങ്ങനെയൊരു ശൈലി അത് വിജയേട്ടൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ശൈലിയാണോ അതോ പാട്ടിൽ അങ്ങനെ ഒരു ട്വിസ്റ്റ് വേണം എന്ന് വിചാരിച്ച് തന്നെ കമ്പോസ് ചെയ്യുന്നതാണോ? നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് ട്യൂൺ വരുന്നവരുണ്ടാകും. ചിലർ സ്വരങ്ങൾ കോയിൻ ചെയ്തെടുത്ത് ട്യൂൺ ഉണ്ടാക്കും. ഞാൻ രണ്ടാമത്തെ സങ്കേതമാണ് ഉപയോഗിക്കാറ്. സ്വരങ്ങൾ വെച്ചിട്ട് കോയിൻ ചെയ്തെടുക്കും പാട്ട്. ഇപ്പോൾ പോക്കുവെയിലും മുങ്ങിക്കുളിക്കുവാൻ ആർത്തി തോന്നണ, അപ്പം അങ്ങനെ ആർത്തി തോന്നണ നല്ല ആർത്തി തോന്നണ ചോലയല്ലേ, ഒരു പസിൽ പോലെ അടുത്ത നോട്ട് ഇതാണ് എന്ന് പ്രതീക്ഷിക്കുമ്പോൾ അതല്ല എന്ന് മനസ്സിലാകുന്ന രീതിയിൽ അങ്ങനെ ഒരു ശീലം ആയിപ്പോയി.